മൺമറഞ്ഞുപോയ നമ്മുടെ സഹപ്രവർത്തകരെ കുറിച്ച് അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടിയിട്ടുള്ളത്. രാജീവ് സൂചിപ്പിച്ചു കലാനാഥൻ മാഷിന്റെ ഭരണത്തിന് ശേഷം നമ്മള് ആലപ്പുഴയിലൊരു പ്രാവശ്യം കൂടിയിരുന്നു. അതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാടിസ്ഥാനത്തിൽ അനുസ്മരണ സമ്മേളനങ്ങളാണ്. ആലപ്പുഴ ജില്ലയിൽ നമ്മൾ മാവേലിക്കരയിൽ വെച്ച് അനുസ്മരണ സമ്മേളനം മാവേലിക്കര അവിടെ അനുസ്മരണ സമ്മേളനം ഒരു ചേർത്തല കേന്ദ്രീകരിച്ച് കുറച്ചായിട്ട് ഒരു അനുസ്മരണ സമ്മേളനം നമുക്ക് നടത്തണമെന്ന് ആലോചിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ശിവരാമൻ നമ്മുടെ കുറച്ച് ശിവരാമൻ ചേട്ടന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് അതും നടത്താമെന്നുള്ളതാണെന്ന് വിചാരിച്ചു. അപ്പൊ അന്ന് ശിവരാമൻ ചേട്ടന്റെ അനുസ്മരണ ദിനം നമ്മള് ശിവരാമൻ ചേട്ടന്റെ വീട്ടിൽ പോയി. നമ്മൾ 10-15 പേര് ശിവരാമൻ ചേട്ടന്റെ വീട്ടിൽ പോയി അവിടുത്തെ കുടുംബാംഗങ്ങളുമായിട്ടും ഒക്കെ വർത്തമാനം പറയുകയും അവിടെ വെച്ച് ഒരു ചെറിയ അനുസ്മരണ യോഗം നമ്മൾ നടത്തുകയും ചെയ്തു. ഇഫക്റ്റീവായിട്ട് എല്ലാവരും അന്ന് പങ്കെടുത്ത എല്ലാവരും തന്നെ 15 പേരും ആ യോഗത്തിൽ പങ്കെടുത്ത് 15 പേര് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മള് ഇത് രണ്ടും കൂടി കലാനാഥൻ മാഷിന്റെയും അതുപോലെ തന്നെ ശിവരാമൻ ചേട്ടന്റെയും കൂടി അനുസ്മരണം ടൗണിൽ വെച്ച് നടത്തണമെന്ന് അന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അതിങ്ങനെ അന്ന് അനുസ്മരണം നടത്താൻ തീരുമാനിച്ചിരുന്ന ദിവസമാണ് NMSS നമ്മൾ നോട്ടീസ് ഇറക്കി. പിന്നെ പോസ്റ്ററെല്ലാം പ്രസിദ്ധീകരിച്ച ശേഷം ആ നടത്തണമെന്ന് വിചാരിച്ചിരുന്നത് തലേ ദിവസം NMSS മരിക്കുകയും ഈ അനുസ്മരണം നടത്തുന്ന ദിവസം അതിന്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ടൈമുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മളുടെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും താലൂക്ക് കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന പഴയ പ്രവർത്തനങ്ങളായി അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അവിടെ പത്തനാപുരത്തായിരുന്നു. അദ്ദേഹം ഗാന്ധി ഭവനിലായിരുന്നു. അവസാനത്തെ 2 വർഷക്കാലത്തോളം ഗാന്ധി ഭവനിലായിരുന്നു. ആ ഗാന്ധി ഭവനിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ഭൗതിക ശരീരം കൊടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതായിരുന്നു അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ഇവിടെ ഗാന്ധി ഭവൻ പത്തനാപുരത്താണ്. അവിടെ അവര് പോവുക. ഞങ്ങൾ കുറെ പേര് അവിടെ പോയി. കുറച്ച് പേര് തിരുവനന്തപുരത്തും പോയി. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ട് നമുക്ക് അന്നേ ദിവസം അത് നടത്താൻ കഴിയും. തുടർന്ന് നമ്മൾ അടുത്ത ദിവസത്തെ അടുത്ത ഒരു വലിയ ദിവസം നോക്കി നമ്മൾ ഇന്നത്തേക്ക് അതിന്റെ അനുസ്മരണം വെച്ചു. അപ്പൊ ഈ സന്ദർഭത്തിൽ ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ നമ്മളുടെ കലാനാഥൻ മാഷിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. ഒരു സ്കൂൾ മാസ്റ്ററായിട്ട് ജീവൻ തുടങ്ങിയ ആളാണ്. ഒരു മതപരമായ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ മാനേജ്മെന്റ് ഉള്ള ഒരു സ്കൂളിൽ, അങ്ങനത്തെ ഒരു സ്കൂളിൽ തുടങ്ങുകയും ആ സ്കൂളിലെ മാനേജ്മെന്റിനെ കൊണ്ട് ശാസ്ത്ര വിഷയങ്ങൾ വലിയ കൂടുതൽ പഠിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ എക്യുപ്മെന്റ്സും ആ സ്കൂളിൽ അറേഞ്ച് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. സാധാരണ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ സ്കൂളിൽ പോലും ഒരു ലാബ് എന്ന് പറഞ്ഞൊരു മുറി ഉണ്ടെങ്കിലും സ്കൂളിലേക്ക് എത്തിക്കഴിയുമ്പോൾ വർഷത്തിലൊരിക്കലും ആ മുറി ഒന്ന് തുറന്ന് കാണിക്കുന്നതല്ലാതെ ഒരു എക്സ്പെരിമെന്റും ഞങ്ങൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു സർക്കാർ സ്കൂളിൽ കാണുന്നില്ല. എനിക്കറിയില്ല മറ്റുള്ള സ്കൂൾ, ഞാൻ പഠന സ്കൂളിലാണ് പഠിച്ചത്. മറ്റുള്ള സ്കൂളിലെ കാര്യം എനിക്കറിഞ്ഞൂടും. ഇതാണ് ടെസ്റ്റ് ട്യൂബ്, ഇത് ഇന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണതല്ലാതെ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്നാല് കലാനാഥൻ മാഷ് പഠിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളെ ഒരു ലാബിന്റെ പ്രവർത്തനങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും അത് ഉപയോഗിക്കുവാനും അങ്ങനെയുള്ള ശാസ്ത്രീയമായ വീക്ഷണത്തോടുകൂടി കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ ഒരു സ്വകാര്യ മാനേജ്മെന്റ് മത നേതാക്കന്മാർ നടത്തുന്ന ഒരു സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിൽ അദ്ദേഹത്തിന് അന്ന് കഴിഞ്ഞു. അപ്പൊ അതൊരു വ്യക്തിയുടെ, അതായത് നമ്മളിപ്പോ വ്യക്തികൾക്ക് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചലനത്തിന്റെ ഭാഗമാണത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിന്നിട്ട് അവിടെ പോയിട്ട് പിള്ളേരോട് അത്യാവശ്യം പഠിക്കുന്ന കാര്യങ്ങൾ മാറ്റി മാത്രം പോവാം. പക്ഷെ ആ മാനേജ്മെന്റ് സ്കൂളിനെ ഒരു നല്ല സ്കൂളായിട്ട് ഉയർത്തിയെടുക്കുന്നതിന് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് കഴിഞ്ഞു. ആ രീതിയിൽ, അതായത് വ്യക്തികൾക്കുള്ള സ്വാധീനം സമൂഹത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തൊരു വ്യക്തിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കേട്ടുള്ളത് കലാനാഥൻ മാഷുമായിട്ട് എനിക്ക് ഒരു പക്ഷേ സമ്മേളനങ്ങളിലൊക്കെ വെച്ച് ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഡൽഹിയിലും അതുപോലെ നാഗ്പൂരിലൊക്കെ സമ്മേളനങ്ങളിലൊക്കെ ട്രെയിനിലൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. 1-2 പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് എന്റെ വണ്ടിയിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പലപ്പോഴും വലിയ ഒരു പേഴ്സണൽ റിലേഷനൊന്നും അദ്ദേഹമായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ എഴുത്തുകളും എത്ര ആധികാരികമാണ്.
അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു വായിച്ചത് ഈ കോഴിക്കോട് വെച്ച് നടന്ന യുദ്ധവാദി സംഘത്തിന്റെ ഒക്കെ ആലോചനാ യോഗം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആലോചനാ യോഗം നടന്ന സമയത്ത് ആ യോഗത്തിൽ ഇത് ഈ പരിപാടി കണ്ടിട്ട് ക്ഷണിക്കപ്പെടാതെ പരിപാടി കണ്ടിട്ട് അവിടെ ചെന്നയാളാണ്. അങ്ങനെ ചെന്നയാള് അവിടെ പങ്കെടുത്ത ചർച്ചയിൽ അന്നത്തെ വളരെ മഹാരഥന്മാരൊക്കെ പങ്കെടുത്തുകൊണ്ട് വളരെ ചെറിയ മീറ്റിംഗ് ആണ്. നമ്മളിപ്പോ ഈ പഴയ കാലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇതിലൊരു ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു വിചാരിക്കേണ്ട, ഒരു ചെറിയ സംഘമാണ്. ആ ചെറിയ സംഘത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ വലിയ വലിയ ആൾക്കാരായിരുന്നു. ആ മഹാരഥന്മാരൊക്കെ ഉൾപ്പെടുന്ന ആ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ പുറകിൽ പോയിരുന്നതെല്ലാം വീക്ഷിക്കുകയും ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പുള്ളി പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആ സമ്മേളനം ആ യോഗത്തിൽ വെച്ച് അദ്ദേഹത്തിന് അതിന്റെ സെക്രട്ടറി ആക്കി തെരഞ്ഞെടുത്തു. അതുവരെ പരിചയമില്ലാത്തതാണ്. ആദ്യം ആ ഒരു സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തുകൊണ്ട് അതിന്റെ ആ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. അപ്പൊ ആ രീതിയിൽ ഇടപെടുന്ന സ്ഥലങ്ങളെ ആ അദ്ദേഹത്തിന്റെ കഴിവും അറിവും അതുപോലെ തന്നെ പ്രായോഗിക പരിജ്ഞാനവും ആത്മാർത്ഥതയും ഇതെല്ലാം ഉണ്ടെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുന്നു. കാരണം ചെയ്യുന്ന ജോലിയോട് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനത്തിനോട് നല്ല ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് ഉയർന്നു വരാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെ ഉയർന്നു വന്ന ഒരാളാണ്. അതിനുശേഷമുള്ള നമുക്കറിയാം യുവ സംഘത്തിന്റെ നമ്മളുടെ കേരള യുവ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റ് ആയിട്ടും ഒക്കെ തന്നെ നിൽക്കുകയും പിന്നീട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യുക്തിരേഖ അടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള എഴുത്തുകളും ചോദ്യോത്തര പങ്കുകളൊക്കെ അടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാം വായിച്ചിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ നിരവധിയായ യുവ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഫിറ എന്ന് പറയുന്ന ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണലിസ്റ്റ് അസോസിയേഷൻ എന്നുള്ള സംഘടന രൂപീകരിക്കുന്നത്. ആ സംഘടനയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയി വന്നു പുള്ളി. അദ്ദേഹം അതിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് വന്നു. അതങ്ങനെ അദ്ദേഹത്തിന് അതിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ അഖിലേന്ത്യാ തലത്തിൽ നടന്ന ആ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ അവിടെയുള്ള നിലപാടുകളും അതുപോലെ തന്നെ ആ പ്രവർത്തനത്തിന്റെ ശൈലിയും എന്തായിരുന്നു എന്ന് നമ്മൾ അവിടെ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അപ്പൊ ആ രീതിയിൽ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കാനും നിരന്തരമായി കാര്യങ്ങൾ പഠിക്കാനും ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മളെ പലരും സമൂഹത്തിൽ നമുക്ക് പലർക്കുമുള്ള ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഒരുപാട് വായിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ എനിക്കറിയാം. പക്ഷെ അവർക്ക് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ അവസ്ഥയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സമൂഹത്തിലേക്ക് ഇത് പകർന്നു കൊടുക്കാനും അത് സാധാരണക്കാരനെ, സാമാന്യ വിദ്യാഭ്യാസം മാത്രമുള്ള സാധാരണക്കാരനെ സയൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിഞ്ഞ ഒരു വ്യക്തിയാണ് കലാധരൻ മാഷ്. അദ്ദേഹത്തിന്റെ വ്യൂഹം സ്വാഭാവികമായിട്ട് നമ്മുടെ സംഘടനയ്ക്കും എല്ലാ പൊതുജനത്തിനും തന്നെ വളരെയധികം നഷ്ടമുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അദ്ദേഹം കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള അവാർഡ് വാങ്ങിയ വ്യക്തിയാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ നടന്നിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും CPM സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെടുകയും പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവുകയും അങ്ങനെ ആ പഞ്ചായത്തിലെ ഭയങ്കരമായ മാറ്റങ്ങൾ, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അവാർഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ അദ്ദേഹമാണ്. അങ്ങനെ 2 ടേമുകൾ പഞ്ചായത്തിനകത്ത് നിന്നു. പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ തലം അതല്ല, യുക്തിവാദി സംഘമാണ്. ഏതാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ യുക്തിവാദി സംഘത്തിനാണ് ഞാൻ 1ാം സ്ഥാനം കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും യുക്തിവാദി സംഘത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് മാത്രമായി പൂർണ്ണമായിട്ടും പിന്നീട് ഇറങ്ങി വന്ന ഒരാളാണ്. അപ്പൊ ആ രീതിയിൽ ഏത് തലത്തിൽ നോക്കിയെന്നാലും ഒരു സമൂഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നോക്കിയെന്നാലും ജനകീയ ആസൂത്രണം അതുപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ, സാക്ഷരതാ പ്രവർത്തനങ്ങൾ നോക്കിയാൽ, ശാസ്ത്ര പ്രചാരണം വെച്ച് നോക്കിയാൽ, അങ്ങനെ ഏത് തലത്തിൽ നോക്കിയാലും എഴുത്തുകാരൻ എന്നുള്ള നിലയിലൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ മുന്നേറാനും നമ്മുടെ സംഘടനയ്ക്ക് ദിശാബോധം ഉണ്ടാക്കാൻ കഴിയുകയാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചൊക്കെ രാജഗോപാൽ പ്രകാശിനൊക്കെ ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. കാരണം നമ്മൾ മറ്റുള്ളവർക്കും സമയം വാഴണം. ശിവരാമൻ ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിന്റെ സായാഹ്നത്തിലാണ് അദ്ദേഹം വിശ്വാസത്തിലേക്ക് വരുന്നത്. അല്ലാതെ ആദ്യകാലം പോലെ അദ്ദേഹം പ്രവർത്തനമൊന്നുമല്ല. അദ്ദേഹത്തിന്റെ കേവലം സാമാന്യ വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന അദ്ദേഹം ഈ സമൂഹത്തില് ചേഞ്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് പ്രവർത്തിക്കുന്ന ആദ്യകാലത്ത് SNDP പോലെയുള്ള അന്നത്തെ പുരോഗമന വീക്ഷണം ഉണ്ടായിരുന്ന SNDP പോലെയുള്ള പ്രവർത്തകരായിട്ടൊക്കെ പ്രവർത്തിച്ചു തുടങ്ങി. പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി മാറി. വളരെ ആക്റ്റീവായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നിന്ന്, അതായത് സമൂഹത്തിൽ മാറ്റം വരണമെങ്കിൽ ഭരണത്തിൽ പങ്കാളിത്തം വേണം.
അതല്ലാതെ നമ്മളിപ്പോ യുക്തിവാദികൾ മാത്രം നമുക്ക് എന്തും പറയാം. പക്ഷെ നമുക്ക് ആശയപ്രചരണം നടത്താനാണ് പറ്റുന്നത്. പക്ഷെ സമൂഹത്തിൽ മാറ്റം വരണമെങ്കിൽ പഠനത്തിൽ പങ്കാളിത്തം വേണമെന്നുള്ളതായിരുന്നു പുള്ളിയുടെ നിലപാട്. മാത്രമല്ല അന്ന് ആ കാലഘട്ടത്തിൽ പുള്ളി ഇതുപോലെ യുക്തിവാദ സംഘം പോലുള്ള പ്രസ്ഥാനങ്ങളായിട്ടൊന്നും പുള്ളിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ പുള്ളിക്കാരൻ അതാണ് ചെയ്തത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമായിട്ട് വളരെ ശക്തമായി പ്രവർത്തിച്ച് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിതത്തിന്റെ ഏകദേശം ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ പുള്ളിക്ക് അവസ്ഥ വ്യത്യാസം ഉണ്ടായതുകൊണ്ടോ ഒക്കെ കൂടെ കുറച്ച് സൈലന്റായി നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ യുക്തിവാദ സംഘത്തിന്റെ പ്രവർത്തനത്തിലേക്ക് വരാം. പ്രൊഫസറിന്റെ എപ്പോഴും പറയുന്നതാണ് ഈ യുക്തിവാദ സംഘത്തിന്റെ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ പഞ്ചായത്തിലും യൂണിറ്റ് ഉണ്ടാകണം, വാർഡ് അടിസ്ഥാനത്തിൽ യൂണിറ്റ് ഉണ്ടാകണം. അതൊക്കെ വളരെയധികം ആവേശത്തോടുകൂടി നമ്മൾക്ക് നിർദ്ദേശങ്ങൾ തരികയും അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്നയാളാണ്. സൈക്കിൾ പോലും ചവിട്ടാൻ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹം നടന്നു വരും അല്ലെങ്കിൽ ബസ്സിൽ കയറി വരും. ഒരു സമയം പറഞ്ഞാൽ 3 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം 2:30 മണിക്ക് നടന്നെത്തും. ഞാൻ ഒരു യോഗത്തിലും അദ്ദേഹം താമസിച്ചവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു യോഗത്തിൽ അദ്ദേഹം താമസിക്കാൻ വന്നിട്ടില്ല. അദ്ദേഹത്തിന് പക്ഷെ വാഹനമില്ല. അദ്ദേഹം വരുന്നത് മിക്കവാറും തന്നെ അടുത്തുള്ള ഒരു 2 കിലോമീറ്റർ നടന്നു വരും. അതല്ലെങ്കിൽ ബസ് കയറാവുന്നവരാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ ഈ നമ്മുടെ താലൂക്കിൽ പ്രസ്ഥാനത്തെ കുറെ അധികം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മരിച്ചതിന് ശേഷം മൃതദേഹം കൊടുക്കാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ എന്റെ കുടുംബം അതിന് സമ്മതിച്ചില്ലെങ്കിൽ എന്താണ് അതിന് മാറ്റം? നിലവിൽ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ അറിയാലോ, കഴിഞ്ഞ ചില ഓറൻസിന്റെ പ്രശ്നമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞത് കുടുംബം അതിന് തയ്യാറായില്ല എങ്കിൽ എന്റെ സ്വത്തുക്കളൊന്നും കുടുംബത്തിന് വേണ്ട, അത് ഞാൻ ചാരിറ്റബിൾ സൊസൈറ്റിക്കോ യുക്തിവാദ സംഘടനയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾക്ക് ഇതുപോലെയുള്ള സംഘടനകൾക്ക് സംഭാവന ചെയ്യുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു ആത്മാർത്ഥയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബം അതിന് തയ്യാറായി. കാരണം ആദ്യകാലത്തൊക്കെ തന്നെ അദ്ദേഹം ഇത് പറയുമ്പോ ആ കുടുംബത്തിലുള്ളവർക്ക് സ്വാഭാവികമായിട്ടും പ്രായമുള്ള വ്യക്തികളാണല്ലോ. ശ്രീരാജേട്ടനൊക്കെ പിന്നെ ആ ഒരു ജീവിതത്തിന്റെ സാഹചര്യത്തിലാണ് ഇതിലേക്ക് വന്നതെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ ആദ്യകാലത്ത് കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന്റെ ആശയത്തിലേക്ക് ഉൾക്കൊണ്ട് വരാൻ അദ്ദേഹത്തിന്റെ, അതായത് ഒരാള് നമ്മളൊരു നിലപാട്, നമ്മൾ യുക്തിവാദ സംഘത്തിൻ്റെതായ ഒരു നിലപാട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിത് ആത്മാർത്ഥമായിട്ടാണ് ഇത് മുറുകെ പിടിക്കുന്നതെങ്കിൽ അതിനോട് യോജിച്ച് വരാൻ കുറെ അധികം പേർക്ക് കഴിയും. എല്ലാവർക്കും കഴിയണമെന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവർക്ക് അതിനെ തുടർന്ന് അതിനോട് യോജിച്ച് വരുവാൻ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ മൃതദേഹം നമ്മൾ മെഡിക്കൽ കോളേജിന് കൊടുക്കുകയും ചെയ്തു. ഞാൻ ചുരുക്കി പറയുകയാണ്, അങ്ങനെ വളരെ ആത്മാർത്ഥതയോടുകൂടി നിന്ന ഒരാളാണ്. അതുപോലെ ശശിയുടെ NM ശശി, ഞാൻ യുക്തിവാദ സംഘത്തിലേക്ക് വരുന്നതിനൊക്കെ മുമ്പ് തന്നെ NM ശശി, ഡി പ്രകാശൻ പോലുള്ള ആൾക്കാരെ നമുക്ക് NM ശശി ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം പോലും കിട്ടാത്ത ഒരാളാണ്. ഒരു പൂജാരിയുടെ മകനായിട്ട്, പൂജാരിയല്ല, ഈ വെളിച്ചപ്പാടിന്റെ മകനായിട്ട് ജനിച്ച് വളർന്ന് അതിന്റെ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്വാഭാവികമാണ് ചെറുപ്പത്തിൽ നിന്ന ഒരാളാണ്. അങ്ങനെയുള്ള ആള് പിന്നീട് നക്സലിസത്തിലേക്കും തുടർന്ന് ഇതുപോലുള്ള യുക്തിവാദ സംഘത്തിലേക്കൊക്കെ ആകർഷിക്കപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും ഈ ബേസിക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും പുള്ളിയുടെ നിരന്തരമായി എഴുതുമ്പോൾ എഴുതുമ്പോഴൊക്കെ ഒരുപാട് അക്ഷരപ്പശകളുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാതൊന്നും ഇരിക്കുന്നില്ല. ഞാൻ എഴുതിയാൽ തെറ്റിപ്പോകും എന്നിട്ട് ഞാൻ ചെയ്താതിരിക്കുന്ന ഒരാളല്ല. പത്രത്തിന് കത്തെഴുതുമ്പോ ചിലപ്പോ ദീർഘസ്വരത്തിന് പകരം ദീർഘസ്വരം ആയിരിക്കില്ല വരുന്നത്. അങ്ങനെയുള്ള പല കത്തുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ചില കത്തുകളൊക്കെ എഴുതിയിട്ട് ഞാൻ വായിക്കാൻ പോകുകയാണെന്ന് കാണിച്ചപ്പോ സ്വാഭാവികമായിട്ടും ദീർഘം ഉപയോഗിക്കേണ്ടത് ദീർഘം ഉപയോഗിക്കാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കിട്ടുന്നവന് എന്താണ് ആശയം എന്ന് മനസ്സിലാവും, അവരെ കറക്റ്റ് എഴുതും. പക്ഷെ തന്റെ പോരായ്മകളെ കണ്ടുകൊണ്ട് പിന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ്. പലരും അങ്ങനെയല്ല, ഒരുമാതിരി ഇൻട്രോവേർട്ടുകളായിട്ട് മാറും. എനിക്ക് എന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ള രീതിയിലേക്ക് മാറും. അതായിരുന്നില്ല, ഉള്ള കഴിവുകൾ വെച്ചുകൊണ്ട് ഉള്ള അറിവ് വെച്ചുകൊണ്ട് തുടർന്ന് പഠിക്കുവാനും വളരെ വിശദമായിട്ട് പഠിക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സമൂഹത്തിൽ അത് വളരെ ശക്തമാണ്. പ്രതിപക്ഷ ബഹുമാനമില്ലാതെ, ഞാൻ പറയാണ്, പ്രതിപക്ഷ ബഹുമാനമില്ലാതെ വർത്താനം പറയുന്ന ഒരാളാണ്. ഞാനത് കുറ്റം പറയുകയല്ല, കാരണം പുള്ളിയുടെ ആത്മാർത്ഥതയാണ്. പുള്ളി പറയുന്ന കാര്യങ്ങൾ, അതായത് സഹിച്ചിട്ടും പറയുന്ന കാര്യങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് നല്ല ശക്തമായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രതിപക്ഷ ബഹുമാനം ഇല്ലായ്മയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം വെച്ചാൽ അത്രയ്ക്ക്, അതായത് നമ്മള് പലപ്പോഴും പലരെ കുറിച്ചും പറയുമ്പോഴേ
ഈ ജീവിത യാഥാർത്ഥ്യം വളരെ പരുക്കനായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മുന്നോട്ട് വരുന്ന ഒരാൾ. അങ്ങനെ ആ പരുക്കൻ സ്വഭാവമായി ഏറ്റുമുട്ടി മുന്നോട്ട് വരുന്ന ഒരാൾക്ക് അയാളുടെ ചിലപ്പോ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തില് അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളിലൊക്കെ അതിന്റെ ചെറിയ ശകലങ്ങൾ വന്നു വരും. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ജീവിച്ചു വന്ന ജീവിതം തുടക്കം വന്ന കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം എങ്ങനെയായിരുന്നു? നമ്മുടെ സമൂഹം സ്വാഭാവികമായിട്ട് ഞാൻ വളർന്നവന്റെ സമൂഹം, എന്റെ സമൂഹം, ഞാൻ ചെറുതായ സമൂഹം ജാതി അടിസ്ഥാനത്തിൽ പേര് വിളിക്കുന്ന സമൂഹമായ സ്വാഭാവികമായിട്ട് നമ്മൾ അതാണ് ശീലിച്ചു വരുന്നത്. ജാതി അടിസ്ഥാനത്തിൽ പേര് വിളിക്കുന്ന സമുദായം, അവൻ ഇന്ന സമുദായമാണ്, അവരുടെ വീട്ടിൽ ആരും പോകുമോ എന്ന് ചോദിക്കുന്നവർ എന്റെ ചുറ്റുപാട് ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വളർന്നു വന്നത്. അതെല്ലാം കേട്ടും പഠിച്ചിട്ടാണ് വളർന്നു വന്നത്. പിന്നെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഇത് തെറ്റാണെന്നും ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ഇത് സമൂഹ വിരുദ്ധമാണെന്നും നമ്മൾ മനസ്സിലാക്കി നമ്മളെ തിരുത്തി വരികയാണ്. അങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങളിലൂടെയാണ് നമ്മളെല്ലാം ഇന്നത്തെ അവസ്ഥയിലേക്ക് വരുന്നത്. ഇപ്പോഴും ചിലപ്പോൾ നമ്മുടെ തെറ്റുകൾ വരാം. ഞാൻ തെറ്റുകൾ സംഭവിക്കാനൊന്നും പറയുന്നത് വരാം. കാരണം വെച്ചാൽ നമ്മളെല്ലാം തന്നെ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ആ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള നിലപാടുകളിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മൾ സ്വാധീനിക്കണം. പക്ഷെ അത് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തെറ്റാണെന്ന് സമ്മതിക്കുവാനും അത് തിരുത്തുവാനും പിന്നീട് അത് ഉണ്ടാകാതിരിക്കാനും പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകണം. അതിന് ശശിചേട്ടൻ ശ്രമിച്ചിട്ടുണ്ട്, വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെ പക്ഷെ നമുക്ക് ആ പരിമിതികളും എല്ലാം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് വളർന്നു വന്ന് നമ്മളുടെ താലൂക്ക് കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിലും ഒക്കെ അദ്ദേഹം അംഗമായിരിക്കുകയും വളരെ ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു നിലപാടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഈ ചാരിറ്റബിൾ സൊസൈറ്റി അവിടുത്തെ ഗാന്ധി ഭവനിൽ പോകുമ്പോഴേ അവിടെയാണ് അവസാനത്തെ നിരോഷക്കാലം അദ്ദേഹത്തിന്റെ മകള് കൂട്ടത്തിൽ അദ്ദേഹം പരിഹരിക്കാനുണ്ടായിരുന്നു. ആ മകളെ കുറിച്ച് അന്ന് അവിടുത്തെ ആസ്മർ സമ്മേളനത്തിൽ അവിടുത്തെ സെക്രട്ടറി പറഞ്ഞ മകളെ കുറിച്ച് പറഞ്ഞത് അവരവിടുത്തെ അംഗത്തെ പോലെയായി. സൈസേറ്റർ മാത്രമല്ല, സ്വന്തം പിതാവിന്റെ മാത്രമല്ല, അവിടെ തീരെ ഭക്ഷണം വാരി കഴിക്കാൻ നിവൃത്തിയില്ലാത്ത മറ്റുള്ളവർക്ക് ഭക്ഷണം വാരി കൊടുക്കുക, അവർക്ക് ആവശ്യമായ പരിചരണങ്ങൾ ചെയ്യുക. അതായത് അവിടുത്തെ മറ്റുള്ള കൂട്ടത്തിലുള്ള ഇൻമേറ്റ്സിന്റെ കൂടെ പരിചരിക്കുന്ന തരത്തിലേക്ക് അവർ വളർന്നു വരികയും ശശിചേട്ടൻ അവിടെ നിൽക്കുകയും ചെയ്തു. ആ സംഘടന അവിടെ അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ സഖാവും ശശി എന്ന് പറഞ്ഞിട്ടാണ് അനുസ്മരണ സമ്മേളനം അദ്ദേഹം പറഞ്ഞത്. കാരണം എല്ലാ ജാതിയുടെയും എല്ലാ മതത്തിന്റെയും അങ്ങനെ സമൂഹത്തിലെ വിവിധ പരിച്ഛേദം ഉള്ള സ്ഥലമാണ്. അവിടെ ജനം ചെല്ലുമ്പോൾ എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനാ ഗീതങ്ങളോ അല്ലെങ്കിൽ സൂക്തങ്ങളോ അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള വചനങ്ങളോ ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ടും അവര് മതപരമായ ചടങ്ങുകളോട് കൂടിയാണ് എല്ലാ മൃതദേഹവും സംസ്കരിക്കുന്നത്. പക്ഷെ അവിടെ ശശിയുടെ പറഞ്ഞിരുന്നത് ഞാൻ യുക്തിവാദിയാണ്. ആ നിലപാട് അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഞാൻ യുക്തിവാദിയാണ്. ഇനി എന്റെ മൃതദേഹത്തിൽ യാതൊരു വൃത്തികേടും കാണിക്കുന്ന അദ്ദേഹം പറഞ്ഞിരുന്നു. ഒന്നും ചെയ്തില്ല അവര്. ഒരു ഭസ്മം തൊടുകയോ ഒന്നും ചെയ്തില്ല, ഒരു കാര്യം ചെയ്തില്ല. അദ്ദേഹത്തിന് ഒരു തുണി പുറപ്പിച്ച് കൊണ്ടുവന്ന് ബന്ധുക്കളെ സുഹൃത്തുക്കളേക്ക് വിളിച്ചു നിർത്തി അദ്ദേഹം നല്ല ഹൃദയസ്പർശിയായ രീതിയിൽ ഒരു അനുസ്മരണം നടത്തി. ആ സെക്രട്ടറി സഖാവും ശശി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അന്ന് പറയുന്നത്. അപ്പൊ ആ നിലപാട് ഞാൻ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള ആ നിലപാട് വളരെ ശക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. അല്ലെങ്കിൽ അതുപോലെയുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു ജാതിക്കോ ഒരു മതത്തിനോ അവന്റെ കർമ്മത്തിനോ കൊടുക്കാൻ ഇടയായാണ്. അപ്പൊ ആ രീതിയിൽ നിലപാടിൽ ഉറച്ചു നിന്നു. നമുക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ല നിലപാടുകളിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ്. അപ്പൊ എങ്ങനെയുള്ള ഈ 3 വ്യക്തികളെ കുറിച്ചുള്ള ഈ അനുസ്മരണമാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. ആ അനുസ്മരണ സമ്മേളനത്തിൽ ഇത്രയും ആൾക്കാർക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ള ഉണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ തരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഉപക്രമം അവസാനിപ്പിക്കുകയാണ്.